ദുർമന്ത്രവാദം എന്ന് പറയുന്നത് ശത്രു സംഹാരം, നമുക്ക് ഇഷ്ടമില്ലാത്ത ശത്രുവിനെ കൊല്ലുക, അല്ലെങ്കിൽ വശ്യം, ഇതിനൊക്കെയാണ് ദുർമന്ത്രവാദം എന്ന് പറയുന്നത്. അല്ല, അതിന് ഇതുപോലെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ വിവാഹം കഴിക്കാതിരുന്നത്. അല്ല, അതൊരു നല്ല കാലാവസ്ഥയുള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോയി ഇത് ചെയ്യാം എന്നവർക്ക് തോന്നിക്കാണും. അല്ല, അതിന് ഇതുപോലെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ വിവാഹം കഴിക്കാതിരുന്നത്. രക്തം പതുക്കെ പതുക്കെ അങ്ങ് പോയി നമ്മൾ അബോധാവസ്ഥയിൽ പോയി അങ്ങ് മരിക്കും. അത് വലിയ ഒരു വേദന കൂടാതെ മരിക്കാം എന്ന് പേർക്ക് തോന്നിക്കാണും. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പം വട്ടിയൂർക്കാവിലെ മരണം എത്തിയിരിക്കുന്നത്. സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് അത് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ഈ മരണാനന്തരം എന്നൊക്കെ പറയുന്നത് വെറും ന്യായീകരണമാണ്. ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ആയുർവേദ ഡോക്ടർമാരായിരുന്നു, പക്ഷേ അവർ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ ഭർത്താവ് ഓൺലൈൻ ട്രേഡിങ് എന്ന് പറയുന്നു, കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നു എന്നും പറയുന്നു. ഭാര്യ കുറച്ച് നാൾ ജർമ്മൻ പഠിപ്പിച്ചു, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ തൊഴിൽപരമായ അനുരഞ്ജന മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇപ്പം വട്ടിയൂർക്കാവിലെ മരണം എത്തിയിരിക്കുന്നത്. സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് അത് സംഭവിച്ചത്? എനിക്ക് തോന്നുന്നത് ഈ മരണാനന്തരം എന്നൊക്കെ പറയുന്നത് വെറും ന്യായീകരണമാണ്. ഇപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ആയുർവേദ ഡോക്ടർമാരായിരുന്നു, പക്ഷേ അവർ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഈ ഭർത്താവ് ഓൺലൈൻ ട്രേഡിങ് എന്ന് പറയുന്നു, കേക്ക് ഉണ്ടാക്കി വിൽക്കുന്നു എന്നും പറയുന്നു. ഭാര്യ കുറച്ച് നാൾ ജർമ്മൻ പഠിപ്പിച്ചു, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ തൊഴിൽപരമായ അനുരഞ്ജനത്തിൽ എന്തോ പ്രശ്നമുണ്ട്. പിന്നെ അവർ ഒരുപാട് വർഷമായി വിവാഹം കഴിച്ച് ഇതുവരെ മക്കളില്ല. അപ്പോൾ ജീവിതമെന്ന് പറയുന്നത് ഈ സൈക്കിൾ ചവിട്ടുന്ന പോലെയാണ്. സൈക്കിൾ ഓടിക്കൊണ്ടിരുന്നെങ്കിലേ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും. അപ്പോൾ കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാകണം, പിന്നെ അവരുടെ പഠിത്തം, അവരുടെ ജോലി, അവരുടെ വിവാഹം, ഇങ്ങനെയൊക്കെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് വർഷം കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ ശരിയായിട്ടുള്ള തൊഴിലില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ ഒരു നിരർത്ഥകത അവർക്ക് തോന്നിയിരിക്കാം. പിന്നെ ഇപ്പോൾ വേറെ ഒരു പെൺകുട്ടിക്ക് കുറേ പ്രായമായി, അതിന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് ഈ സുഹൃത്തിനെ വലിച്ചിഴക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇവർ മൂന്നുപേരും സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഈ പെണ്ണിൻ്റെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം വീട്ടുകാർ നിർബന്ധിച്ച് സമ്മതിച്ചു. അപ്പോൾ അതിന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായേക്കാണ്, ഇപ്പോൾ കല്യാണം കഴിച്ചാൽ ശരിയാകുമോ. അപ്പോൾ മൂന്ന് പേർക്കും പ്രശ്നങ്ങളുണ്ട്. അല്ല, വീട്ടുകാർ പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെ നടത്തിയത്, വസ്ത്രം വരെ എടുത്തു കഴിഞ്ഞു. അല്ല, അതൊരു വീണ്ടും വിചാരം ഉണ്ടായി കാണും, ഇത് ശരിയാകുമോ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടായി കാണും. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബ്ലാക്ക് മാജിക്, മരണാനന്തരം എന്നൊക്കെ പറയുന്ന ന്യായീകരണങ്ങളാണ്. ഇവർക്ക് എന്തോ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ അതിന് ഒരു ന്യായീകരണം കണ്ടെത്തിയതാണ് ഈ മരണാനന്തരം. അതായത് ജീവിതം മടുത്തു അവർക്ക്. അവർ ഉപയോഗിച്ച മുറിവുകൾ, ആ മരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മുറിവുകൾ വ്യത്യസ്തമാണ്. അത് രക്തം വാർന്നു പോയി മരിക്കാൻ വേണ്ടിയാണ്. ഒരേപോലെ മുറിച്ചൂടെ? ഒരു ഞരമ്പ് തന്നെ മുറിച്ചവർക്ക് തീരുമാനിക്കാമല്ലോ, മൂന്ന് പേർക്കും കൂടെ കയ്യിലെ ഒരു ഞരമ്പ് ഈ കാണുന്ന ഞരമ്പെന്ന് തീരുമാനിക്കാം. അത് ഒരുപാട് സമയമെടുക്കും. ഒരു ഞരമ്പ് മാത്രം മുറിച്ചാൽ ഒരുപാട് സമയമെടുക്കും. ചിലപ്പോൾ അത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അത് പോക്ക് നിന്നെന്ന് വരാം. അതുകൊണ്ട് പല സ്ഥലത്തും മുറിച്ചതായിരിക്കാം. ഇത് ദുർമന്ത്രവാദമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദുർമന്ത്രവാദത്തിലും ഇങ്ങനെ പലയിടത്ത് രക്തം കുഴൽ മുറിക്കുന്നു എന്ന് ഇതുവരെ കേട്ടിട്ടില്ല. ആത്മഹത്യ പല കാരണങ്ങളും ഉണ്ടാകാം. ഇവരുടെ കേസിൽ ഈ കുട്ടികളില്ല എന്നുള്ളതും ഇവർക്ക് സ്ഥിരമായ ഒരു നല്ല തൊഴിലില്ല എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ മറ്റേ പെണ്ണിന് എന്തോ ഒരു
അല്ല, അതൊക്കെ ഇതിനൊരു ന്യായീകരണം കണ്ടെത്തുകയാണ്. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവിതം ഉണ്ടോ എന്നൊക്കെ ഗൂഗിളിൽ കണ്ടെത്തി കാണുമോ? അത് അവരെ ഒരു ന്യായീകരണത്തിലെത്തിക്കാണും. പിന്നെ അധികം വേദന കൂടാതെ എങ്ങനെ മരിക്കാമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും. അപ്പോൾ പ്രധാനപ്പെട്ട ഞരമ്പൊക്കെ മുറിച്ചാൽ രക്തം പോയി അങ്ങ് മരിക്കും, സുഖമാണ്. അല്ല, വേദന വരുമല്ലോ സാധാരണ. എന്നാലും അല്ല, അത് ചെറിയ മുറിവിൻ്റെ വേദന വരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നേരെ മറിച്ച് കെട്ടിഞ്ഞാന്ന് ചാകുകയോ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെപ്രാളം ഉണ്ടാകും. ഇത് രക്തം പതുക്കെ പതുക്കെ അങ്ങ് പോയി നമ്മൾ അബോധാവസ്ഥയിൽ പോയി അങ്ങ് മരിക്കും. അത് വലിയ ഒരു വേദന കൂടാതെ മരിക്കാം എന്ന് ഇവർക്ക് തോന്നി കാണും. അല്ലാതെ ഈ ഞരമ്പ് മുറിച്ച് മരിക്കണമെന്ന് ഏതെങ്കിലും അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടായിരിക്കുമോ അവിടേക്ക് പോയത്? അല്ല, അതൊരു നല്ല കാലാവസ്ഥയുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോയി ഇത് ചെയ്യാം എന്നവർക്ക് തോന്നിക്കാണും. ഇത് ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ബ്ലാക്ക് മാജിക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഈ പാരാനോർമൽ ഒരു ന്യായീകരണമായിട്ട് പലരും ഈ 3 പേരെയും മരണം സാറി പറയുന്ന പോലെ ഇതിനകത്ത് ലോജിക്കല്ല. അതായത് ഈ ഇപ്പം ഈയിടെ നന്തൻകോട്ട് ഒരു പയ്യൻ ബന്ധുക്കളെ എല്ലാം കൊന്നിട്ട് സ്ഥലം വിട്ട ഒരു കേസുണ്ടല്ലോ. അവിടെയും ഈ അവസാനം അയാളെ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ഈ ബ്ലാക്ക് മാജിക് എന്നൊക്കെ അതും ഒരു ന്യായീകരണമായിരുന്നു. കാരണം അവിടെയും അയാൾക്ക് ഒരു കോഴ്സും പഠിച്ച് നന്നായിട്ട് പാസ്സാകാൻ കഴിഞ്ഞില്ല. അച്ഛനമ്മമാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ അച്ഛനമ്മമാരെയും സഹോദരിയെയും കൊല്ലാൻ തീരുമാനിച്ചു. അപ്പോൾ അയാളും ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ മരണാനന്തരം എന്നുള്ള ഒരു ന്യായീകരണമായിട്ട് ഇല്ല. അതുപോലെ തന്നെയാണ് ഇതും. കാരണം ഇവരുടെ ജീവിതത്തിലുള്ള പരാജയങ്ങളുടെ ഒരു ഡിപ്രഷൻ അത് മൂടി വയ്ക്കാൻ വേണ്ടി അവർ അവസാന നിമിഷത്തിൽ മരണാനന്തരം എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിഞ്ഞുകൂടാ. സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടായിരിക്കും മരിച്ചത്. അതാണ് മുറിവുകളുടെ ഒരു പല രീതിയിലുള്ള മുറിവുകൾ. അത് അവർ സുഖമരണം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ പൊട്ടാഷ്യം സയനൈഡൊന്നും കിട്ടാൻ എളുപ്പമല്ലല്ലോ. അപ്പോൾ ഞരമ്പ് മുറിക്കുന്നത് എളുപ്പമാണെന്ന് അവർക്ക് തോന്നിക്കാണും. ഈ ലൗകികമായ സുഖങ്ങളിലൊന്നും ഒരു കുറവും വരാതെ ആയിരിക്കാം ഇതൊക്കെ ചിന്തിക്കുന്നത്. അതെ, അവർക്ക് പണത്തിനൊന്നും ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷേ ഒരു തൊഴിലില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയായിരിക്കും. അതായത് നമുക്ക് പണം ഒരുപാടുണ്ടെങ്കിലും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന. അല്ല, അവർ വേണ്ടെന്ന് വെച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേർ അങ്ങനെ. അതിന് ആര്യ എന്ന കുട്ടിയെ അതിനകത്തേക്ക് വലിച്ചിഴക്കുന്നത് എന്താണ്? അല്ല, അതിന് ഇതുപോലെ എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ വിവാഹം കഴിക്കാതിരുന്നത്. പൂർണ്ണ സമ്മതത്തോടാണ് ഇപ്പോൾ വിവാഹത്തിന് തയ്യാറായിരിക്കുന്നത് വീട്ടുകാർ. പൂർണ്ണ സമ്മതം എന്ന് വീട്ടുകാർ പറയുന്നതല്ലേ. അത് അവരുടെ നിർബന്ധം. സോഷ്യൽ പ്രഷർ ഇങ്ങനെ വന്നപ്പോൾ കുട്ടി സമ്മതിച്ചായിരിക്കും. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി ഞങ്ങൾ പോകുന്നു എന്നാണ് ആത്മഹത്യ. അത് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ഒരു നിരർത്ഥകത, അത് നിരർത്ഥകത എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരിക, അത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മുന്നോട്ട് ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു ധാരണ മനസ്സിൽ വരുമോ? അതായത് ഇപ്പോൾ ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസം, അതിൻ്റെ കല്യാണം, ഇതൊക്കെ മുമ്പോട്ട് നോക്കാൻ അവർക്ക് ഒരു സംഗതിയുണ്ട്. ഇതിപ്പോൾ ഒന്നുമില്ല. ജീവിതത്തിൽ നമുക്ക് മുന്നോട്ടൊന്നും നോക്കാനില്ല. അതായത് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അല്ല, ഇവർക്കിപ്പോൾ നല്ല ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ നടത്തിപ്പുമായിട്ട് ഇവർ മുമ്പോട്ട് പോയാൽ. അപ്പം അതില്ല. അതിൽ നിന്നൊക്കെ മാറി എന്നാണ് അറിവ്. അതും എടുത്തതുകൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമല്ലോ. അതായത് ചുരുക്കത്തിൽ അവർക്ക് ഒരു ഡിപ്രഷനാണ് ഉള്ളത്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് അവർ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ അനുഭവം ചെന്ന് അവസാനം എത്തിപ്പെടുന്ന ഒരിക്കലും ബ്ലാക്ക് മാജിക്കിലേക്കല്ല, അത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്കല്ല അവരെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സാറിൻ്റെ ഒരു ബോധ്യം. അതെ, ഇത് മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇവരെ ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. പിന്നെ അവരതിനൊരു ന്യായീകരണം കണ്ടെത്തിയത് ഈ മരണാനന്തര ജീവിതം ഉണ്ടായിരിക്കാം. ഈ ജീവിതം മടുത്തു,
അപ്പോൾ ഇനി വലിയ വേദന കൂടാതെ മരിക്കാം. അതിന് ഒരു മാർഗം കണ്ടെത്തിയതാണ് ഞരമ്പൊക്കെ മുറിക്കുക. അല്ലാതെ ഞരമ്പ് മുറിച്ച് മരിക്കുന്നത് ഒരു ബ്ലാക്ക് മാജിക് പ്രക്രിയയായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല.